കലൂരിലെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണ ഉമാ തോമസ് എം.എൽ.എ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മുഖ്യ സംഘാടകർ ഇന്ന് പോലീസിന് മുമ്പിൽ ഹാജരാകും. മൃദംഗവിഷൻ സിഇഒയായ നികോഷ്, കേസിലെ മൂന്നാം പ്രതിയും ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമയുമായ ജനീഷ് എന്നിവരാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്ന് ഹാജരാകേണ്ടത്. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇന്ന് എല്ലാവരും പോലീസിന് മുന്നിൽ ഹാജരാകണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? മൃദംഗവിഷന്റെ എം ഡി നികോഷ് കുമാറും അതോടൊപ്പം തന്നെ ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമ ജനേഷിനോടും ഇന്ന് കീഴടങ്ങാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനുകൂലമായൊരു ഉത്തരവ് നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല. ഇവരോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവർ ഹാജരാകേണ്ടത്. സ്വാഭാവികമായും ഇവർ പോലീസിൽ ഹാജരായാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും, വിശദമായി ചോദ്യം ചെയ്യും, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കും. പ്രത്യേകിച്ച് മൃദംഗവിഷന്റെ എം ഡിക്കും സിഇഒ അടക്കമുള്ളവർക്കെതിരെ വഞ്ചന കേസ് കൂടി പുതുതായി ചുമത്തിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണവും പോലീസ് നടത്തേണ്ടതുണ്ട്. ഇന്നലെ നികോഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ പണപ്പിരിവ് സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന കണക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. 3,56 ലക്ഷം രൂപ GST കഴിച്ച് പിരിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് അവരുടെ നിലപാട്. 3,10 ലക്ഷം രൂപ ചെലവാകുകയും ചെയ്തു. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോർപ്പറേഷന്റെ അനുമതി തേടിയിട്ടില്ല, കോർപ്പറേഷന് എന്റർടൈൻമെന്റ് ടാക്സ് നൽകിയിട്ടില്ല, ഇവർ GSTയും അടച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ടിക്കറ്റ് വെച്ച് കാണികളെ അകത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിന് 18% GST നൽകണം, കോർപ്പറേഷന് എന്റർടൈൻമെന്റ് ടാക്സ് നൽകണം. ഇതൊന്നും ഇവർ നൽകിയിട്ടില്ല. വലിയ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വ്യാപകമായ തോതിൽ ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം ഈ മൃദംഗവിഷന്റെ ഭാരവാഹികൾ, അതിൻ്റെ സംഘാടകർ, ഇതെല്ലാം നടപടി നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ചിലർ കൂടി ഉണ്ട് എന്നത് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ചില സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർ, ഇവരുടെയൊക്കെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് പല VIPകളെയും അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പ് ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പല അനുമതികൾക്കുമായി അപേക്ഷിച്ചിരിക്കുന്നത്. ഈ സംഭവം പരിപാടി നടക്കുന്നതിന്റെ തൊട്ട് തലേന്നാണ് മൈക്ക് സാങ്ഷൻ അടക്കമുള്ളവയ്ക്ക് വേണ്ടി ഇവർ നടപടിയെടുത്തിരിക്കുന്നത്. ബിനിൽ, എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയടക്കം ഇതിൽ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ 3 പേരോടും പോലീസിന് മുന്നിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.